ഇന്നാണ് കുമ്പറിന് രാവിലെ തന്നെ അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോൾ തുഷാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവൻ്റെ വണ്ടിയുടെ ബാറ്ററി ഡൗൺ ആയിട്ട് കൂട്ടുകാരൻ്റെ വീട്ടിൽ വെച്ചേക്കുന്നതെന്ന്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ വണ്ടി എടുത്തോണ്ട് നേരെ വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ട് തിരിച്ച് വന്ന് അജേഷിനെ വിളിച്ചോണ്ട് ഞാൻ അങ്ങനെ ചെട്ടുകുളങ്ങര അമ്പലത്തിൽ വന്ന് കഴിഞ്ഞപ്പോൾ ഓരോ കുത്തിയോട്ടം കൂടെ അമ്പലത്തിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ അമ്മുംകുടം, പിന്നെ താലപ്പൊലി, എന്തൊരു ചൈതന്യം, അതിന്റെ കൂട്ടത്തിൽ മേളവും. അമ്പലത്തിനകത്താണെങ്കിൽ നല്ല ആളും അതുപോലെ തന്നെ ചൂടും ഉണ്ടായിരുന്നു. അമ്പലത്തിന് ഫ്രണ്ടിൽ പിന്നെ സേവഭാരതിയുടെ കുടിവെള്ള വിതരണം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നിട്ട് ഞങ്ങൾ ഓരോ ഗ്ലാസ് വെള്ളം കുടിച്ചു. പിന്നെ ഏതായാലത്തേക്കും മരത്തിൻ്റെയൊക്കെ തൈ കാണുമ്പോൾ അറിയാമല്ലോ, പിന്നെ അജേഷിനെ അങ്ങോട്ടൊന്ന് ആകർഷിക്കും. പിന്നെ ഞങ്ങൾ ചന്തയിലൊക്കെ പോയി അവിടെ ചേനും ചേമ്പ് അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അത് ഞങ്ങൾ പിന്നെ ഓരോ ചോക്കോബാറും മേടിച്ച് കഴിച്ചുകൊണ്ട് ഈരേഴ് തെക്ക് കുതിരയുടെ അടുക്കൽ വന്ന് അവിടെ നിന്ന് മേനാമ്പള്ളിയിലോട്ട് പോകാൻ ഇറങ്ങിയപ്പോഴാണ് പോകുന്ന വഴിക്ക് ജ്യൂസ് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ കയറി ഒരു ജ്യൂസും കുടിച്ച് പിന്നെ ഞങ്ങൾ മേനാമ്പള്ളിയിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും അവിടെ തേരിൻ്റെ മേൽക്കൂടാരത്തിൻ്റെ പണി നടക്കുന്നേ ഉള്ളൂ. അടുത്ത് ഞങ്ങൾ പോയത് ഈരേഴ് വടക്കൻ്റെ അടുക്കലോട്ടാണ്. അപ്പോഴത്തേക്കിനും സമയം ഉച്ചയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് നേരെ അജേഷിൻ്റെ അമ്മ വീട്ടിലോട്ട് പോയി. പിന്നെ അവിടെ അവൻ ഡോറെ കളിപ്പിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അമ്മൂമ്മ അവിടെ വെളിയിൽ ഇരിപ്പ് ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പം ചിപ്പി വന്നിട്ട് തുമ്പി ചേച്ചിയുടെ കൊച്ചനെ ഊഞ്ഞാലാട്ടി കളിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടെ പിന്നെ കഴിക്കാനിരുന്ന് കൊഞ്ചും മാങ്ങയും കൂട്ടിയൊരു പിടി അങ്ങോട്ട് പിടിച്ച്. അജേഷിൻ്റെ അമ്മയാണ് പിന്നെ ചോറൊക്കെ വിളമ്പുന്നത്. പിന്നെ അമ്മൂമ്മയൊക്കെ അപ്പുറത്തിരിപ്പുണ്ട്. ഇത് പിന്നെ ഈരേഴ് തെക്കാണ്. പിന്നെ ഈരേഴ് തെക്കിൻ്റെ കുതിരയൊക്കെ പിടിച്ച് തുടങ്ങി അവർ കണ്ടത്തിൽ കൂടെ വലിച്ചുകൊണ്ട് വരുവാണ്. ഇത് പിന്നെ എൻ്റെ ബാല്യകാല സുഹൃത്താണ്. അവനും മോനും പിന്നെ അവൻ്റെ വൈഫും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് ഈരേഴ് വടക്ക് കുതിരയുടെ അടുക്കലാണ്. അവിടെ കുതിരയൊക്കെ വലിച്ചുകൊണ്ട് വരുന്നുണ്ടായിരുന്നു. അവിടെ വെച്ച് തന്നെ ചന്തുമനെ കണ്ട്. പിന്നെ അപ്പുവിൻ്റെ അളിയൻ. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പിന്നെയും ഈരേഴ് തെക്കിൻ്റെ അടുക്കലോട്ട് വന്ന് കുതിരയെ പിടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അവിടെ നിന്ന് അജേഷിൻ്റെ വീട്ടിലോട്ട് വന്നു. ഡോറയാണെങ്കിൽ എന്നെ അങ്ങ് ചുറ്റി അങ്ങ് നടക്കുവാണ്. ബാക്കിയപ്പോൾ അടുത്ത വീഡിയോയിൽ. ഓക്കെ, ബൈ.